ഗുജറാത്തിന് പിന്നാലെ ഗോവയിലും ആം ആദ്മി പാർട്ടി എൻ ബ്ലോക്കായി കോൺഗ്രസിലേക്ക് ലയിക്കുകയാണ്. ദിഗംബർ കാമത്ത് ഉൾപ്പെടെ പല നേതാക്കളും ഇടക്കാലത്ത് BJPയിലേക്ക് പോകാൻ വാശി പിടിച്ചവരാണ്. അവിടെ BJPക്ക് ഭരണം കിട്ടാൻ സാധ്യതയില്ലാതിരുന്നിട്ടും അധികാരം പിടിച്ചെടുക്കാൻ കേന്ദ്രത്തിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉപയോഗപ്പെടുത്തി. പ്രമോദ് സാവന്ത് തീർത്തും പരാജയമായി കഴിഞ്ഞിരിക്കുകയാണ്. മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന മരിച്ചുപോയ BJPയുടെ മുതിർന്ന നേതാവായിരുന്ന മനോഹർ പാരീക്കർ അദ്ദേഹം ഒരു അഴിമതിരഹിതനായ ഒരു വ്യക്തിയാണ്. മനോഹർ പാരീക്കർ അത്രയും മികച്ച വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഗോവയുടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ BJPക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പ്രമോദ് സാവന്തിൻ്റെ കയ്യിൽ അധികാരം വന്നിട്ടുണ്ടെങ്കിലും അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ BJPക്ക് വലിയ വളക്കൂറുള്ളത് കൊണ്ടോ അല്ല. നോർത്ത് ഗോവയും സൗത്ത് ഗോവയുമായി തിരിച്ചാൽ നമുക്കറിയാം, സൗത്ത് ഗോവ കോൺഗ്രസിന് വളക്കൂറുള്ള മണ്ണാണ്. നോർത്ത് ഗോവയാണെങ്കിൽ BJPയുടെ ആധിപത്യം ഇപ്പോഴുമുള്ള പ്രദേശമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോർത്ത് ഗോവയിൽ ടിക്കറ്റ് കിട്ടാത്ത പലരും കോൺഗ്രസിലേക്ക് ചാടുകയാണ്. കോൺഗ്രസിന്റെ ഐഡിയോളജിയുമായി പൊരുത്തമുള്ളവർക്ക് കോൺഗ്രസിൽ അംഗത്വം കൊടുക്കുന്നതോ ടിക്കറ്റ് കൊടുക്കുന്നതോ ഒന്നും ഒരു വിഷയമല്ല. അതൊന്നും ഒരിക്കലും സംഘടനത്തിന് കാരണമാകേണ്ട എന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുമ്പോൾ തീർച്ചയായും ഗോവയിൽ ഒരു പരിവർത്തനം ഉണ്ടാവുകയാണ്. മണിപ്പൂരിന്റെ കൂടെ കാര്യങ്ങൾ ചേർത്താണ് പറയുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ക്രിസ്ത്യൻ മെജോറിറ്റി പല മണ്ഡലങ്ങളെയും വോട്ട് നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യമാണ്. BJP നേതൃത്വത്തോടുള്ള ക്രൈസ്തവരുടെ സമീപം എന്താണെന്ന് തിരിച്ചറിയാൻ പോകുന്ന ഒരു നാഴികക്കല്ലായി ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. ക്രൈസ്തവർ നല്ലൊരു ശതമാനം തിങ്ങിപ്പാർക്കുന്ന ഗോവയിലും അതുപോലെ തന്നെ മണിപ്പൂരിലും BJPയെ തൂത്തറിയുകയും കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും. മണിപ്പൂരിൽ ഇബോബി സിംഗ് വീണ്ടും മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട്. ഇബോബി സിംഗിനെ എതിർക്കാൻ ഇപ്പോൾ ആരുമില്ല. ഗോവയുടെയും മണിപ്പൂരിൻ്റെയും ഒരു കൃത്യമായിട്ടുള്ള ജിയോഗ്രഫിക്കൽ പൊസിഷൻ നോക്കിയായിരിക്കും ജിയോ പൊളിറ്റിക്സ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ക്രൈസ്തവർ അല്ലെങ്കിൽ ന്യൂനപക്ഷ മേഖല ഉള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നിശ്ചയിക്കപ്പെടും. 40% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അസമിൽ BJPക്ക് അധികാരം കിട്ടി. അതുകൊണ്ട് ന്യൂനപക്ഷത്തെ കാണിച്ച് ഞങ്ങളെ വിരട്ടേണ്ട എന്ന് പറയുന്ന BJP നേതൃത്വത്തിന് മണിപ്പൂരും ഗോവയും നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. വോട്ടെണ്ണുന്ന ദിവസം എന്താണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. Celebrate lucky draws, exciting prizes. Laka laka, don't be late. Laka 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 laka, nandilattu jimatil. Laka 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 laka, bangu jaiku agoshikku. Nandilattu jimatil. Laka